നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും നേരിടുന്ന പാകിസ്ഥാനിൽ ഭീകരർ ഒന്നൊന്നായി ഉന്മൂലനം ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് 3 ഭീകരർ. ഇപ്പോഴത്തെ ലഷ്കർ തലവന്മാരിൽ ഒരാളായ ലഷ്കർ-ഇ തൊയ്ബ തലവൻ മൗലാന കാശിഫ് അലിയെയും അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിൽ ഇന്നലെ രാവിലെയാണ് സംഭവം. സ്വാബിയിലെ വസതിയിൽ വെച്ചാണ് അലിക്ക് വെടിയേറ്റതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സൈക്കിളിൽ വീട്ടിലേക്ക് എത്തിയ അജ്ഞാതർ അലിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഭീകര സംഘടനയായ ലഷ്കർ-ഇ തൊയ്ബയുടെ രാഷ്ട്രീയ വിഭാഗം തലവനാണ് കൊല്ലപ്പെട്ട മൗലാന കാശിഫ് അലി. 2024 ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദ് രൂപീകരിച്ച PMML-നെ നയിക്കുന്നതും അലിയായിരുന്നു. ഇയാളെ വെടിവെച്ച ശേഷം അക്രമികൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മൗലാന കാശിഫ് അലിയുടെ കൊലപാതകം പാകിസ്ഥാനിൽ വലിയ കോളിളക്കമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതേസമയം പുൽവാമയിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരജവാന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യം നമുക്കുമ്പോഴാണ് പാക് നെഞ്ചിൽ ഇടിമിന്നലായി ഈ പ്രഹരം. അതിനു പിന്നാലെ ഹഫീസ് സയ്യിദ് അടക്കമുള്ളവർ ഭീതിയിലാണെന്നും സൂചനയുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 3 ലഷ്കർ-ഇ തൊയ്ബ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും അത് 2 പേർ റോഡ് അപകടങ്ങളിൽ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ലഷ്കർ-ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാൻ സർക്കാരിനെ വിമർശിക്കുകയും മൗലാന കാശിഫ് അലിയുടെ കൊലയാളികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2023 ഫെബ്രുവരി 21 മുതൽ 2023 ഫെബ്രുവരി 27 വരെ 8 ദിവസത്തിനുള്ളിൽ 3 കൊടും ഭീകരരാണ് അജ്ഞാതർ വധിച്ചത്. ഫെബ്രുവരി 27 തിങ്കളാഴ്ചയാണ് കാശ്മീരിൽ സജീവമായിരുന്ന ഭീകരൻ സയ്യിദ് ഖാലിദ് രാജ കൊല്ലപ്പെട്ടത്. ഭീകര സംഘടനയായ അൽ ബദറുമായി ബന്ധമുള്ള സയ്യിദ് ഖാലിദ് രാജയെ അജ്ഞാത ആക്രമികൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കാശ്മീരിലെ കമാൻഡറായിരുന്ന അൽ ബദർ ഭീകരർ ഖാലിദ് പിന്നീട് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് പോവുകയായിരുന്നു. കറാച്ചിയിൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ വൈസ് ചെയർമാനായി. എന്നിട്ടും അയാൾ കാശ്മീരി ഭീകരരുമായി ബന്ധപ്പെട്ടിരുന്നു. ഖാലിദിന്റെ വീടിന് പുറത്തു വെച്ച് അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് വിവരം. വെടിയേറ്റ ഖാലിദ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അതേസമയം പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്ന ഭീകരരിൽ മിക്കവരും ഇന്ത്യ ഏറ്റവും കൂടുതൽ തിരയുന്നവരാണ്. ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജമ്മു കാശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങൾ ഇവരുടെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുമുണ്ട്. അതിനാൽ ടാർഗറ്റ് കൊലപാതകമാണെന്നാണ് പാകിസ്ഥാൻ പോലീസ് ഇതിനെ വിളിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ചില ആളുകളെ ഇവിടെ തിരഞ്ഞ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ചില ആളുകളെ ഇവിടെ തിരഞ്ഞെടുത്ത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നിലെ അജ്ഞാതൻ ആരെന്ന അന്വേഷണത്തിലാണ് തങ്ങളെന്നും പാക് മാധ്യമങ്ങൾ പറയുന്നു. ഇന്ത്യ തേടുന്ന കൊടും ഭീകരരാണ് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നതെന്നും പാക് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്.